അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇത് നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് ഡൈവേഴ്സിറ്റി, ഈക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. അത് എന്താണ് ഡൈവേഴ്സിറ്റി, എന്താണ് ഈക്വിറ്റി ആൻഡ് എന്താണ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഷോർട്ടായിട്ട് DEI എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്, ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഇതൊരു OBക്ക് അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർക്ക് എങ്ങനെയാണ് ഇത് ഹാംഫുൾ ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉപകരിക്കുന്നത്, ഇതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വാട്ട് ഈസ് വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി. വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി മീൻസ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഡൈവേഴ്സിറ്റി അതായത് വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ആളുകൾ അതായത് എംപ്ലോയീസ് പരസ്പരം വൈവിധ്യമാണ്. അതായത് എല്ലാവർക്കും ഒരേ സ്കിൽ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്കില്ലുണ്ടാവും. അപ്പോൾ എല്ലാ ആൾക്കാരും പരസ്പരം വൈവിധ്യമാണ്, അതായത് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ അതായത് വാട്ട് ഈസ് വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി നമുക്ക് നോക്കുമ്പോൾ ഇത് രണ്ട് ലെവലുണ്ട്, അതായത് രണ്ട് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഒന്നാമത് ഡൈവേഴ്സിറ്റിയാണ് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി. സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഏജ്, അതായത് വയസ്സ്, പിന്നെ ജെൻഡർ, പിന്നെ സ്കിൻ കളർ, അതായത് ഓരോ ആളുകളുടെ കളർ, അതായത് ഡിസ്ക്രിമിനേഷൻ ചെയ്യാനുള്ള കളേഴ്സ്, പിന്നെ ഓരോ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഒന്നാമത്തെ ടൈപ്പിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ടൈപ്പാണ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി. ഒന്നാമത്തേത് സർഫസ് ലെവൽ ഡൈവേഴ്സിറ്റി, രണ്ടാമത്തേതാണ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് വാല്യൂസ്, അതായത് ഓരോ ആളുകളുടെ വാല്യൂ എന്താണ്, പിന്നെ അവരുടെ പേഴ്സണാലിറ്റീസ് എന്താണ്, പിന്നെ അവരുടെ തിങ്കിങ് സ്റ്റൈൽസ് എന്താണ്, പിന്നെ അവരുടെ വർക്ക് ഹാബിറ്റ്സ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പോലെ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അവരുടെ വർക്കിൽ അതായത് അവരുടെ ജോലിയിൽ വൈവിധ്യമാണ്, അതായത് കുറേ വൈവിധ്യമുണ്ടാവും. അത് സ്കില്ല് ബേസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് സ്റ്റൈൽസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ രണ്ടാമത്തെ സെഷൻ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് പ്രെജുഡൈസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ പ്രെജുഡൈസ് മീൻസ് നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആലോചിക്കലാണ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്നത് പോലെ, അതായത് ആക്ഷനിൽ അല്ലെങ്കിൽ പിന്നെ ആളുകളുടെ ഇടയിൽ വൈവിധ്യമായ താരതമ്യം ചെയ്യാനാണ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പറയാനുള്ളത് അതായത് ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് ക്യാൻ ബി, അതായത് ജോലിയിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഹയറിങ് ഓർ പ്രൊമോഷൻ. ഹയറിങ് നമ്മൾ ജോലിക്ക് കുറേ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അതിലൊരു അൺഫെയർ കാണിക്കൽ അല്ലെങ്കിൽ അതിലൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കലാണ്. ഇല്ലെങ്കിൽ വർക്കിൽ അതായത് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഹറാസ്മെൻറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഓരോ ആളുകളുടെ ഐഡിയാസ് ഇഗ്നോർ ചെയ്യലാണ് ഡിസ്ക്രിമിനേഷൻ. അതായത് കുറച്ച് ആൾക്കാർ നമ്മൾ ഐഡിയാസ് ഒരു സ്വീകരിക്കും, കുറച്ച് ആൾക്കാർ നമ്മൾ സ്വീകരിക്കേണ്ടി വരില്ല. കാരണം അവരുടെ കളേഴ്സ് അല്ലെങ്കിൽ ഓരോ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജ് പ്രോബ്ലംസ്, ഇതിനെല്ലാം കുറിച്ചിട്ടാണ് നമുക്ക് ഓരോ ഐഡിയാസ് ഇഗ്നോർ ചെയ്യാൻ വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഒരു ജാതി അല്ലെങ്കിൽ ഒരു ലെവൽസ് നോക്കിയിട്ട് അവർക്ക് ചെറിയ ടാസ്ക് കൊടുക്കൽ, അല്ലെങ്കിൽ ഒരു ബാഡായിട്ട് അവരെ നോക്കൽ അല്ലെങ്കിൽ സൽക്കരിക്കൽ, ഇതെല്ലാം നമുക്ക് ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കും. പിന്നെ ഈ ഡിസ്ക്രിമിനേഷൻ നമുക്ക് ദീസ് ആക്ഷൻ, അതായത് ഈ ഡിസ്ക്രിമിനേഷൻ നമുക്ക് എങ്ങനെയെല്ലാം കോസ് ചെയ്യും, അതായത് എങ്ങനെയെല്ലാം നമുക്ക് ഒരു അല്ലെങ്കിൽ ഈ കമ്പനിയിൽ എങ്ങനെയെല്ലാം അത് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ സ്ട്രെസ്, പിന്നെ ലോ ജോബ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ പുവർ പെർഫോമൻസ്, പിന്നെ എംപ്ലോയീസിൽ കുറേ ആളുകൾ ജോലി വിട്ടിട്ട് പോകും. ഇതെല്ലാമാണ് നമുക്ക് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു കമ്പനിയുടെ മെയിൻ ലോസ്, അല്ലെങ്കിൽ കമ്പനിയുടെ വലിയൊരു മാറ്റമാണ് ഡിസ്ക്രിമിനേഷൻ. അത് ഇതുകൊണ്ടിട്ട് കമ്പനി എങ്ങനെയും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ഒരു സെക്ഷനാണ് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ മെയിനായിട്ട് റീസണാണ് ഗ്രൂപ്പ് തിങ്കിങ്.
ആൾക്കാർ ഒരേപോലെ ഇപ്പം ഒരു ഗ്രൂപ്പ് എന്താ വെച്ചാൽ നമുക്ക് ആ ഗ്രൂപ്പിനെ പോലെ കഴിയണം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ പോലെ നമുക്ക് വേണം എന്ന് തിങ്കിങ് ചെയ്യലാണ് ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രെജുഡൈസ് ഉണ്ടാവല്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത് കൾച്ചർ ഡിഫറൻസസ് ഓഫ് കൾച്ചർ അറ്റ് വർക്ക്. അതായത് ജോലിയിൽ വേറെ വേറെ കൾച്ചർ ഉണ്ടാവും, അത് കുറേ ആൾക്കാരുണ്ടാവും, വേറെ ലെവലിലുള്ള ആൾക്കാരുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എന്താക്കും, നല്ല സ്ട്രോങ് അതോറിറ്റീനെ ഒരു റെസ്പെക്റ്റ് ചെയ്യും. കുറച്ച് ആൾക്കാരിൽ നല്ല സ്ട്രോങ് അതോറിറ്റി ഒരു റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് കമ്പനി നടത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഈക്വാലിറ്റി ആഗ്രഹിക്കും, കുറച്ച് ആൾക്കാർക്ക് ടീം വർക്കാണ് അവർക്ക് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടാണ് കുറച്ച് ആൾക്കാർ ഇൻഡിവിജ്വൽ വർക്കാണ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു കമ്പനി നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡൈവേഴ്സിറ്റി നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഡൈവേഴ്സിറ്റി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഓർഗനൈസേഷൻ മസ്റ്റ് ഫോക്കസ് ഓൺ 3 തിങ്സ്. ഒരു OB അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമുക്ക് മൂന്ന് തിങ്സാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതാണ് ഡൈവേഴ്സിറ്റി, അതായത് നമ്മളെ ആൾക്കാർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ആൾക്കാരുണ്ടാവുക, അവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ഈക്വാലിറ്റി കൊണ്ടുവരൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഇടയിൽ ഇൻക്ലൂഷൻ, അതായത് എങ്ങനെയാണ് അവർക്ക് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഫീൽസ് എങ്ങനെയാണ് കൊണ്ടുവരൽ. ഇതിനെല്ലാം കുറിച്ച് പഠിക്കാനുള്ളതാണ്. കുറിച്ച് പഠിച്ചിട്ടാണ് നമുക്ക് നല്ലൊരു മാനേജ് ചെയ്യാൻ പറ്റുക ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ DEE, അതായത് ഡൈവേഴ്സിറ്റി, ഈക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇതിൽ നമുക്ക് എംപ്ലോയീസ് നല്ല സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം, നല്ല ബെറ്ററായിട്ട് അവർ പെർഫോം ചെയ്യണം. പിന്നെ നല്ല കമ്പനി ഇങ്ങനെ ചെയ്താലാണ് നല്ല കമ്പനി ഒന്നിച്ചിട്ട് ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് നയിക്കാൻ പറ്റുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ചാപ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.